അനീമിയ അഥവാ വിളർച്ച കേരളത്തിൽ ഗർഭിണികളിൽ 50% അതിൽ കൂടുതലോ കാണപ്പെടുന്നുണ്ട്. ഇതിന് പല കാരണങ്ങളുണ്ടെങ്കിലും അയൺ ഡെഫിഷ്യൻസി അനീമിയയാണ് ഏറ്റവും കോമണസ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എപ്പോഴാണ് അനീമിയ എന്ന് പറയുന്നത്? ഹീമോഗ്ലോബിൻ 11 താഴെയാണെങ്കിൽ, ഹെമറ്റോക്രിറ്റ് 33% താഴെയാണെങ്കിൽ നമ്മൾ അനീമിയ എന്ന് പറയുന്നു. അയൺ ഡെഫിഷ്യൻസി അനീമിയാണ് നമ്മുടെ സസ്പീഷൻ എങ്കിൽ നമ്മൾ സീറം ഫെറിറ്റിൻ ടെസ്റ്റും കൂടെ ചെയ്യും. അപ്പോൾ അത് 30 താഴെയാണെങ്കിൽ നമുക്ക് അയൺ ഡെഫിഷ്യൻസി അനീമിയ ആണെന്ന് കൺഫേം ചെയ്യാം. ഗർഭിണികളിൽ ക്ഷീണം, തളർച്ച, മുടി കൊഴിച്ചിൽ, അതുപോലെ പൈക്ക, അതായത് ഇപ്പോൾ ഐസോ അരിയോ അങ്ങനത്തെ നമ്മൾ സാധാരണ കഴിക്കാത്ത ഭക്ഷണങ്ങൾ കഴിക്കാൻ തോന്നുക, ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമ്മൾ അനീമിയ സസ്പെക്റ്റ് ചെയ്യും. അനീമിയ ഗൗരവമേറിയ കോംപ്ലിക്കേഷൻസും ഉണ്ടാക്കാം. പ്രീ ടേം ലേബർ, അതായത് നേരത്തെ പ്രസവിച്ചു പോവുക, കുഞ്ഞിന് തൂക്കം കുറവുണ്ടാവുക, റിസ്ക് ഓഫ് ഇൻഫെക്ഷൻസ്, അത് പ്രഗ്നൻസി ആയിരിക്കുമ്പോഴും അതേപോലെ ഡെലിവറിക്ക് ശേഷവും ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഹൈപ്പർ ടെൻഷൻ, പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന ഹൈപ്പർ ടെൻഷൻ വരാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ ബ്ലീഡിങ് കോംപ്ലിക്കേഷൻസ്, സ്പെഷ്യലി ഡെലിവറിക്ക് ശേഷമുള്ള ബ്ലീഡിങ് കൂടുതലായിട്ട് വരാനും ചാൻസ് കൂടുതലാണ്.